ആലുവ അതുൽ കൊലക്കേസ് പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. 8 പ്രതികളുടെ വീട്ടിൽ ഒരേ സമയത്താണ് റെയ്ഡ് നടന്നത്. പരിശോധനയിൽ ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കരുനാഗപ്പള്ളി ACP അറിയിച്ചു. ഇതിനിടെ ജിം സന്തോഷിന്റെ ചരമവാർഷിക ദിനം ആചരിക്കുന്നതിനായി ഗുണ്ടാ സംഘങ്ങൾ കരുനാഗപ്പള്ളിയിലെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. നട്ടപ്പാതിര കാട്ടുതീ പോലെ നിന്ന് കത്തുമ്പോൾ നീ സൂക്ഷിക്കണം, അന്നെന്റെ പ്രതികാരത്തിന്റെ തുടക്കമാണ്. ഈ വരികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് കരുനാഗപ്പള്ളിയിലെ വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ജിം സന്തോഷിന്റെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി 2025 ആലുവ അതുലും സംഘവും ചേർന്ന ജിം സന്തോഷിനെ പടക്കമെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത്. കൊല്ലപ്പെട്ട 1 വർഷം തികയും മുമ്പ് അതുലിനെയും കൊന്നു. അതിനിടയിൽ ആലുവ അതുൽ കൊലക്കേസ് പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. കരുനാഗപ്പള്ളി ACPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരേ സമയം പ്രതികളിൽ 8 പേരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ ചില സുപ്രധാന രേഖകൾ ലഭിച്ചെന്ന് കരുനാഗപ്പള്ളി ACP ജോൺ അറിയിച്ചു. ഈ പ്രതികളുടെ വീടുകളിൽ സെർച്ച് നടത്തി വിലപ്പെട്ട ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കോടതിക്ക് അയച്ച് പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഗുണ്ടാ സംഘങ്ങൾക്ക് ഉന്നതരുമായി ബന്ധമുണ്ടോ എന്നതിലടക്കം പോലീസ് അന്വേഷണം നടക്കുകയാണ്. അതുൽ കൊലക്കേസിൽ പുറത്തുനിന്ന് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലും അന്വേഷണം തുടരും. ന്യൂസ് മലയാളം, കൊല്ലം.